നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മാഡം? ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി മറ്റൊരുത്തി കൂടി ഇവിടെ വരും. അവളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങണം. മത്സരത്തിലും പങ്കെടുപ്പിക്കണം. പക്ഷേ അവള് തോറ്റു തുന്നം പാടണം. നിനക്ക് സമാധാനമായല്ലോ? വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ അമ്മേ, സ്വന്തം മകന് വേണ്ടി തന്നെയല്ലേ 25 ലക്ഷം പോയത്. നീ 25 ലക്ഷം നശിപ്പിച്ചു കളഞ്ഞപ്പോ വേറൊരുത്തി 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാ. അതാരാ അമ്മേ? ഞാൻ അറിയുന്ന ആളാണോ? വേറെ ആരാ? ആ ഋതിക തന്നെ. അവളോ? അവളെവിടുന്ന 25 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? അവളേതോ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അതിന്റെ ഒന്നാം സമ്മാനമേ 25 ലക്ഷം രൂപയാ. അതിനവൾക്ക് ഒന്നാം സമ്മാനം കിട്ടണമെങ്കിലേ അവൾക്ക് കുക്കിംഗ് നേരെ അറിയണ്ടേ? എടാ മണ്ട, അവള് പണ്ട് പ്രതാപന് സദ്യ ഉണ്ടാക്കി കൊടുത്തത് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവൾക്കേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ചിലപ്പോ അവൾക്ക് അവളുടെ അമ്മയുടെ കൈപുണ്യം പാരമ്പര്യമായിട്ട് കിട്ടിയതും ആവാം. പോരെങ്കിലേ ഇപ്പോൾ അവൾ ആ രാധമ്മയുടെ വീട്ടിലല്ലേ താമസം. രാധമ്മ നല്ല ഒന്നാന്തരം പാചകക്കാരിയാ. ആ രാധമ്മയുടെ ശിക്ഷണം കൂടി ആകുമ്പോ അവൾ ഒന്നാം സമ്മാനം നേടിയെടുക്കുന്നതിലെ അത്ഭുതപ്പെടാനൊന്നുമില്ല. അമ്മ അതാലോചിച്ച് ടെൻഷനാവണ്ട. ഋതിക കുക്കിംഗ് കോമ്പറ്റീഷന് ആ ഏരിയയിൽ പോലും പോയില്ല. പിന്നല്ലേ അവള് മത്സരത്തിൽ ജയിക്കുന്നത്. അമ്മ ആ മത്സരത്തിന്റെ സ്ഥലവും തീയതിയും പറഞ്ഞ ബാക്കി കാര്യം ഈ ദീപക് നോക്കിക്കോളാം. ഇതിലെന്റെ പൊന്നുമോനെ ഒരു സഹായവും ചെയ്തു തരണ്ട. അതെ, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നീ നിന്റെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെന്തിനാ? നീ ആവശ്യപ്പെട്ടപ്പോഴേ എന്റെ അക്കൗണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഞാൻ എടുത്തു തന്നില്ലേ? ഇപ്പൊ ഞാൻ 25 ചോദിച്ചില്ലല്ലോ, വെറും 5 ലക്ഷം അല്ലേ ചോദിച്ചുള്ളൂ. അതിനമ്മേ എന്റെ അക്കൗണ്ടിൽ പൈസ വേണ്ടേ? മോനെ ദീപക്കേ, സൽപുത്ര, അതെ ഈ അംബികയുടെ അടുത്ത് നിന്റെ അഭ്യാസമൊന്നും നടക്കില്ല. ഇന്നലെ ഞാൻ നിന്റെ അക്കൗണ്ട് പരിശോധിച്ചു. അതിലെ 17 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് നീ എന്നെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട. ദേ പെട്ടെന്ന് 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ്. അമ്മ എന്തിനാ എന്റെ അക്കൗണ്ട് ഒക്കെ പരിശോധിക്കുന്നത്? എടാ മോനെ, നിനക്ക് അക്കൗണ്ട് തുടങ്ങി തന്നതും അതിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്തു തന്നതും ഈ അംബികയാ. അതുകൊണ്ട് ആ അക്കൗണ്ട് പരിശോധിച്ച് നോക്കാനുള്ള അധികാരവും ഈ അംബികയ്ക്കുണ്ടെന്ന് കരുതിക്കോ. അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്റെ അക്കൗണ്ടിലെ പൈസ? അത് ശരിയാ, എന്റെ അക്കൗണ്ടിലെ കോടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിലെ ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയോ? 1.5 കോടി. ബാക്കി മുഴുവൻ നിനക്ക് വേണ്ടിയാ ചെലവഴിച്ചത്. ഇനി തൽക്കാലം അംബിക അതിൽ നിന്നും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ അമ്മയുടെ ഒരു കാര്യം. ശരി, ഞാൻ ഇപ്പൊ തന്നെ 5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തേക്കാം. അതേന്നേ, വളരെ പ്രശസ്തരായ ആളുകളെ തന്നെയാ ഗസ്റ്റുകളായിട്ടും ജഡ്ജസ് ആയിട്ടും ഒക്കെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും സമയമുണ്ടെങ്കിൽ നീ ഒന്ന് ഇറങ്ങ്. ശരി, ഓക്കെ. ഫേമസ് ആയിട്ടുള്ള ആളുകളെ തന്നെ കുക്കിംഗ് കോമ്പറ്റീഷന് വിളിച്ചു വരുത്തിയാലല്ലേ പത്മാവതി മാഡത്തിന്റെ കയ്യിൽ നിന്ന് നല്ല ക്യാഷ് വാങ്ങാൻ പറ്റൂ. ആ വകയിലും കമ്മീഷൻ അടിച്ചു മാറ്റണം. ഒരുപാട് നാള് കൂടി കിട്ടിയ ഒരു ചാൻസാ, അതെങ്ങനെ പാഴാക്കാൻ പറ്റും? ക്വീൻസ് ക്ലബിന്റെ സെക്രട്ടറി തേജസ്വിനിയല്ലേ? ഇതേതാ അടുത്ത ഇറക്കുമതി? ആ അതെ, സെക്രട്ടറി. നിങ്ങൾ ഇരിക്കൂ. ആരാന്ന് മനസ്സിലായില്ല. അപ്പോ ഈ അംബിക വർമ്മയെ അറിയാത്ത ആളുകളും ഈ നാട്ടിലുണ്ട് അല്ലേ ശില്പ? അത്ഭുതം തന്നെ. അംബിക വർമ്മ? അയ്യോ, മിനിസ്റ്റർ വർമ്മ സാറിന്റെ ചേച്ചി. ഏയ്,
എണീക്കൊന്നും വേണ്ട. അയ്യോ സത്യം പറയാലോ, ഞാൻ അംബിക മാഡത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ കാണുന്നത് ഇതാദ്യ. മുമ്പ് ഈ ക്ലബിന്റെ സെക്രട്ടറി ഡോക്ടർ കുമാരിയായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആണ് ഇപ്പോഴും. അതെ മാഡം, കുമാരി മാഡം ഇപ്പൊ വിദേശത്താ. അപ്പോ ഞാൻ ഇവിടേക്ക് വരാൻ കാരണം എനിക്ക് സെക്രട്ടറിയുടെ ഒരു സഹായം വേണം. അയ്യോ, സഹായം വേണോന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത് മാഡം. അംബിക മാഡത്തിന്റെ ഒരു പവറിന് അഭ്യർത്ഥിക്കുകയല്ല, ആജ്ഞാപിക്കുകയല്ലേ വേണ്ടത്. തേജസ്വിനി, ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് അറിയാനാ. അതെ മാഡം, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളെ സ്പോൺസർ ചെയ്ത പ്രോഗ്രാമാ അത്. നല്ല കാശ് മുടക്കിയ കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപയാ. ഗുഡ്. ഈ ഫുഡ് മേക്കിംഗ് കോമ്പറ്റീഷനിലെ ഈ പെൺകുട്ടിക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ? പിന്നെന്താ, ആർക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം. ചില നിബന്ധനകളൊക്കെ പാലിച്ചു വേണം പങ്കെടുക്കാനെന്ന് മാത്രം. നിബന്ധനകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം ഇവളെ സെക്രട്ടറിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ശില്പ ചക്രവർത്തി. ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി പൂർത്തിയാക്കി വിദേശത്ത് ജോലിക്ക് പോകാനായി വെയിറ്റ് ചെയ്യുന്നു. തേജസ്വിനിയെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തിനാണ് ഏതിനാണെന്നൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചാ തേജസ്വിനിക്ക് ഞാൻ പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷോ? അതെ, 5 ലക്ഷം. മാഡം കാര്യം പറയേ. നടക്കാൻ പോകുന്ന ഫുഡ് കോമ്പറ്റീഷനിലെ ശില്പ ചക്രവർത്തി പങ്കെടുക്കും. ശില്പയ്ക്കായിരിക്കണം 1ാം സ്ഥാനം. അങ്ങനെ ശില്പ ജയിച്ച തേജസ്വിനിക്ക് എന്റെ വക 5 ലക്ഷം. ശില്പയുടെ വക വേറെയും ക്യാഷ് തേജസ്വിനിക്ക് തരും. സമ്മതാണോ? അത് മാഡം. എന്താ, ആലോചിക്കാൻ സമയം വേണോ? ഇതിലിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു മാഡം? മാഡം ആ കയ്യങ്ങ് തന്നെ. കുക്കിംഗ് ഫുഡ് കോമ്പറ്റീഷനില് 1ാം സമ്മാനം ശില്പ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും. ഇതെന്റെ വാക്കാ. ഇന്ന് രാത്രി കൃത്യം 10 മണിക്ക് മുൻപ് തേജസ്വിനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5 ലക്ഷം ക്രെഡിറ്റ് ആയിരിക്കും. ഇത് അംബികയുടെ വാക്കാ. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി. എന്താ മാഡം? ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി മറ്റൊരുത്തി കൂടി ഇവിടെ വരും. അവളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങണം. മത്സരത്തിലും പങ്കെടുപ്പിക്കണം. പക്ഷേ അവള് തോറ്റു തുന്നം പാടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.